കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരവരുടെ ഭരണകാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എൻ്റെ പഞ്ചായത്ത്. വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക ഇ.കെ. ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം രേണുക. പഞ്ചായത്തിൽ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ, ഈ ഒരു 5 വർഷ കാലയളവിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങൾ 4 വർഷമായി അധികാരമേറ്റിട്ട് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. 21.16 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. കൂടുതലും കർഷകരും ആദിവാസികളും താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഇവിടെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും അടിസ്ഥാന മേഖലയിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളിലും പഞ്ചായത്ത് വളരെ മുന്നോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ രേണുക, വളരെ ചെറിയൊരു പഞ്ചായത്താണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായല്ലോ. ഈ ചെറിയൊരു പഞ്ചായത്താണ്, വിസ്തൃതി കുറവാണ് എന്നിരിക്കെ അവിടെ ക്വാറികളുടെയും ക്രഷറുകളുടെയും പ്രവർത്തനം പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ടോ? പാരിസ്ഥിതികമായും അല്ലാതെയും ജനങ്ങൾക്ക് അതൊരു പ്രശ്നമാകുന്നുണ്ടോ? തീർച്ചയായും ജനങ്ങൾക്ക് പ്രശ്നമാണ്. ചെറിയൊരു പഞ്ചായത്താണ്. 3 ക്വാറികളും 2 ക്രഷറുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവര് എല്ലാ രേഖകളും ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ക്വാറികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും വീടുകളിലെ മുന്നിലൊക്കെ കല്ല് വീണിട്ടും തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ അവരെ പണിസ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോൾ കല്ല് വന്ന് വീണിട്ടും ഉള്ള വിഷമങ്ങളൊക്കെ പഞ്ചായത്തിൽ വന്ന് അവര് പറയാറുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊരു കഴിയുന്നില്ല. കാരണം അവരുടെ രേഖകളൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ കൂടുതൽ വിഷമമുള്ള അവരൊക്കെ സ്ഥലം കോറിക്കാര് വില കൊടുത്ത് വാങ്ങി അവരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇപ്പോഴേ. ഈ ക്വാറികളുടെ പ്രവർത്തനം വെള്ളക്ഷാമത്തെ കൂടി അല്ലെങ്കിൽ ജലക്ഷാമത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി വരൾച്ച അല്ലെങ്കിൽ വെള്ളക്ഷാമം നേരിടുന്നത് എങ്ങനെയാണ്? വെള്ളം ഒരു ഏപ്രിലൊക്കെ മാസങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളം കിണറിലൊക്കെ വറ്റി പോവാറുണ്ട്. അപ്പൊ ഞങ്ങള് വെള്ളം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുകയാണ് പതിവ്. പിന്നെ പൊടി ശല്യം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആരോഗ്യരംഗത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഡിസ്പെൻസറികളും കുടുംബാരോഗ്യ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താനും പഞ്ചായത്തിന് ആരോഗ്യരംഗത്ത് ഇടപെടാനും കഴിയുന്നുണ്ടോ? തീർച്ചയായും കഴിയുന്നുണ്ട്. ഞങ്ങളുടെ FHC ക്വാളിറ്റി 200 ഹോസ്പിറ്റലാണ് സംസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിലൊന്ന് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ FHC ആണ്. തെക്കുന്തറ ആണ് അത് നടന്നു വരുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു FHC ആണ് അവിടെ. സബ് സെന്ററുകൾ 3 എണ്ണം വേറെയും ഓരോ വാർഡുകളിലായിട്ട് ഉണ്ട്. അപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണെങ്കിൽ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. രോഗി ബന്ധു സംഗമമൊക്കെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നടത്തിയിട്ടില്ല. പിന്നെ അവരെ ട്രെയിനിങ് 3 മാസം കൂടുമ്പോൾ ട്രെയിനിങ്, താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴീ മാർച്ച് 8 ആകുമ്പോഴേക്കും പഞ്ചായത്തിലെ 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളെയും ക്യാൻസർ രോഗം ഇല്ല എന്ന് തിട്ടപ്പെടുത്താനും ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി ചികിത്സയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെ വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ഔഷധ സസ്യങ്ങളും ചിത്രശലഭങ്ങളും ഒക്കെ ആയി ഒരു പച്ചത്തുരുത്ത് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പച്ചത്തുരുത്ത് പാർക്ക് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കിയത്, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നതുകൂടി ഒന്ന് വിശദമാക്കാമോ? അത് പുഴയോരങ്ങളില് വെറുതെ കിടക്കുന്ന സ്ഥലം, അവിടെ തൊഴിലുറപ്പിന്റെ സഹായത്തോടു കൂടി മുളകൾ വെച്ചുപിടിപ്പിച്ചു, ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിച്ചു, ഫലവൃക്ഷങ്ങളും പൂക്കളും എല്ലാം വെച്ചുപിടിച്ച് വളരെ മനോഹരമായ ഒരു പാർക്ക് അവിടെ നിർമ്മിച്ചു. ചിത്രശലഭങ്ങൾ വരുന്ന ചെടികളുടെ ഏതാ ചെടികൾ എന്ന് കണ്ടെത്തി അവ നട്ടുപിടിപ്പിച്ച് ഒരുപാട് ചിത്രശലഭങ്ങൾ വരുന്ന ഒരു പാർക്ക്. ജപ്പാനിൽ നിന്നും കുറച്ച് കുട്ടികൾ വന്ന് ഔഷധ സസ്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞങ്ങൾ ആ പാർക്ക് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് വരുമ്പോൾ എല്ലാ വാർഡുകളിലും മിനി MCFകൾ കൊണ്ടുവരാനായിട്ടുണ്ട്. അത്തരത്തിൽ ചെറിയൊരു പഞ്ചായത്താണെങ്കിൽ പോലും വിസ്തൃതി കുറവായതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണത്തിന് ഒരിടമില്ലാത്ത പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിടുന്നത്? മാലിന്യത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഇല്ല. കാരണം ചെറിയൊരു പഞ്ചായത്താണ്. അതുമല്ല, നല്ലൊരു MCF ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും മിനി MCF ഉണ്ട്. MCFിൽ എത്തുന്ന സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് അത് ഞങ്ങള് കമ്പനികളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു വരുമാനം ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ വാർഡും 13 വാർഡും 100% എത്തി. അത് പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ വാർഡും 100% എത്തി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് തന്നെ നമുക്ക് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ വിശേഷിപ്പിക്കാം. നേരത്തെ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ രേണുക സൂചിപ്പിച്ചിരുന്നല്ലോ, കർഷകരും അതുപോലെ തന്നെ ആദിവാസികളും കൂടുതലായുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അത്തരത്തിൽ ആദിവാസി അല്ലെങ്കിൽ ഗോത്രവിഭാഗ സമൂഹത്തിൽപ്പെട്ട അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അവർക്ക് വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മുതലായവ എങ്ങനെയാണ് പഞ്ചായത്ത് അതിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നത്? ആദിവാസികൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിലേക്കുള്ള വെള്ളം, വെളിച്ചം, ഈ ഒരു രീതിയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ ഞങ്ങൾക്ക് വീടുകൾ കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും PMAY പിന്നെ ജന്മൻ പദ്ധതികളിലൂടെ ഞങ്ങൾക്ക് അവർക്ക് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കോളനികളിലേക്കും അല്ലെ ഉന്നതികളിലേക്കും റോഡുകളുണ്ട്. നിലവിൽ ഇപ്പോൾ ചെയ്തു വരുന്ന എല്ലാ മേഖലകളിലും, അത് ആരോഗ്യമായാലും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും കാർഷികമായിട്ടുള്ള അങ്ങനെ എല്ലാ തരത്തിലുള്ള മേഖലകളിലും കൃത്യമായൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്താൻ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു ഭാവിയിലേക്കായി കരുതി വെച്ചിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? ഈ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളും അതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആക്ഷൻ പ്ലാനുകളും എല്ലാം ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ പഞ്ചായത്തിന് ഭാവിയിലേക്കായി നോക്കി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? 2026 ലാസ്റ്റ് ആകുമ്പോഴേക്കും വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീട്ടിലും ശുദ്ധമായ ജലം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് എന്തായാലും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ക്വാറികളുടെ ശല്യമാണ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇനി ക്വാറികൾക്ക് ലൈസൻസ് കൊടുക്കണ്ടെന്നുള്ള ഒരു തീരുമാനം ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ എന്ന നിലയ്ക്ക് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ വീടുകളും വാസയോഗ്യമാക്കാനുള്ള ഒരു നീക്കം നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട്. തരിശുഭൂമി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ആക്കണം വെങ്ങപ്പള്ളി എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലയളവിലെ ഭരണം പോലെ തന്നെ വരും വർഷങ്ങളിലെയും ജനഹിതവും ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്, വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക EK എന്നിവരാണ് നമ്മളോടൊപ്പം ഇന്ന് അവരുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും എല്ലാം പങ്കുവച്ചത്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.